നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ജിന്ന് മഹദറ എന്ന വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ വീഡിയോയിൽ ഉസ്താദ് പറയുന്ന കാര്യങ്ങളോട് നമുക്ക് ആ ഉസ്താദിനോട് തന്നെ ചോദിക്കാം. ഇതെന്താണ്? ഇത് ജിന്ന് മഹദറ. ജിന്നുകളെ കുറിച്ച് വിശ്വസിക്കൽ മുസ്ലിമിന് നിർബന്ധമാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ സ്വാലിഹീങ്ങളായ ജിന്നു മക്കളെ കൊണ്ട് സ്പോട്ടിൽ അവരുടെ കാര്യം അങ്ങോട്ട് പറയുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം ആ അവസരത്തിൽ തന്നെ ചെയ്തു തീർത്ത് വിടുകയാണ്. ആര് മുഖേനയാണ് അള്ളാഹു ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? സ്വാലിഹീങ്ങളായ ജിന്നുകളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവൻ്റെ പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, പ്രതിബന്ധങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, രോഗങ്ങൾക്ക്, കടബാധ്യതകൾക്ക്, പൈശാചിക ബാധകൾക്ക് എല്ലാം സമാധാനവും പരിഹാരവും. പ്രശ്നപരിഹാരത്തിന് അള്ളാഹു തആല ഏൽപ്പിച്ച ജിന്നുകളിൽ നിന്ന് രണ്ടുപേരുടെ പേര് പറയാമോ? അബ്ബാസ് മൈമൂൻ സ്വാലിഹീങ്ങളായ ജിന്നുമക്കൾ ആ വിഷയം അള്ളാഹു അവരെ ഏൽപ്പിക്കുന്നു. ആ വിഷയം വളരെ സന്തോഷകരമായി പൂർത്തി. ജിന്ന് മഹദറ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രഥമവും പ്രധാനവുമായി 3 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമതായി, ജിന്നുകൾ അദൃശ്യ ലോകത്ത് ജീവിക്കുന്ന സൂക്ഷ്മ ശരീരമുടയവരാണ്. അവരെ ശരിയായ രൂപം നമ്മുടെ നഗ്ന ദൃഷ്ടികൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. ജിന്നുകളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളും അല്ലാത്തവരുമുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഈ സ്വാലിഹീങ്ങൾ, ജിന്നുകളുടെ കൂട്ടത്തിലെ സ്വാലിഹീങ്ങളെ തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ സാധാരണക്കാരായ നമുക്ക് മാർഗമൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. സാധാരണക്കാരായ നമുക്ക് അതിനുള്ള വഴികളൊന്നുമില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നുള്ള സ്വാലിഹീങ്ങളെ തന്നെ ഇന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാലമാണ്. സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടും സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ളതായ കടമകൾ യഥാവിധി നിർവഹിച്ച് അത് പാലിച്ച് ജീവിക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ. ഒരു കൂട്ടം മനുഷ്യരെ നമ്മൾ കണ്ടാൽ അതിലുള്ള സ്വാലിഹീങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ കാണുന്ന ആളുകളാണ് അവർ. എന്നാൽ അതിൽപ്പെട്ട ഒരാൾ സ്വാലിഹാണോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ അയാളുടെ ജീവിതം നമ്മൾ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അയാൾ സ്വാലിഹാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. പക്ഷേ ജിന്നുകളുടെ വിഷയത്തിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവരുടെ ലോകം അദൃശ്യ ലോകമാണ്. അവരുടെ ലോകത്തേക്ക് കടന്നു ചെന്ന് അയാൾ ശരീരത്തിന് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, അള്ളാഹുവിന് വഴിപ്പെട്ടാണോ ജീവിക്കുന്നത്, പിന്നെ സൃഷ്ടികളോടുള്ള കടമകൾ അയാൾ പാലിക്കുന്നുണ്ടോ എന്നൊന്നും മനസ്സിലാക്കാൻ സാധാരണക്കാരായ നമുക്കെന്തെല്ലാം സാധ്യമല്ല. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാ പറഞ്ഞത്, വൽ ജിന്നു ലാ നഅലമു അദാലതഹും. ജിന്നുകൾ നാം അവരുടെ അദാലത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ നീതിനിഷ്ഠ അല്ലെങ്കിൽ ധർമ്മനിഷ്ഠ നാം അറിയുന്നവരല്ല. നമുക്കത് അറിയാനുള്ള, സാധാരണക്കാരായ നമുക്ക് അറിയാനുള്ളതായ വഴിയൊന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ രണ്ടാമത്തെ കാര്യം, ജിന്നുകളും മനുഷ്യരും തമ്മിൽ ശത്രുതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ജിന്നുകളും മനുഷ്യരും തമ്മിലുള്ളതായ ശത്രുത എന്ന് പറഞ്ഞാൽ അത് ജന്മസിദ്ധമാണ്. അത് പിന്നെ പ്രകൃതിപരമാണ്. പ്രകൃതിപരമായ ഒരു സ്വഭാവമാണ് ഈ ശത്രുത എന്ന് പറയുന്നത്. അവർ മുഅ്മിനീങ്ങളാണെങ്കിലും സ്വാലിഹീങ്ങളായാലും ഈ ശത്രുത ഇല്ലാതെയായി പോകില്ല. ഈ ജന്മസിദ്ധ സ്വഭാവം ഇല്ലാതെയായി മാറുകയില്ല. അല്ലാമ ബദറുദ്ദീൻ ശിബിലി റഹ്മഹുല്ലാ അവിടത്തെ പ്രസിദ്ധമായ ഗ്രന്ഥം ആകാമുൽ മർജാൻ ഫീ അഹ്കാമിൽ ജാനിൽ പറഞ്ഞിട്ടുണ്ട്, ലിഅന്ന അദാവത്തൽ ഇൻസി വൽ ജിന്നി ബിത്വബഇ. മനുഷ്യന്റെയും ജിന്നിന്റെയും ശത്രുത അത് പ്രകൃതിപരമാണ്. വഇൻകാനു മുഅ്മിനീന ഫൽ അദാവത്തു മൗജൂദത്തുൻ. അവർ സത്യവിശ്വാസികളാണെങ്കിലും അവിടെ ശത്രുത നിലനിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് തെളിവും എന്ത് ചെയ്തിട്ടുണ്ട്?
ബദറുദ്ദീൻ ശിബിലി റഹ്മഹുല്ല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ജിന്നുകളുടെയും മനുഷ്യരുടെ ഇടയിലുള്ളതായ ശത്രുത ജന്മസിദ്ധമാണ്. അവര് മുഅ്മിനീങ്ങളായാലും സ്വാലിഹീങ്ങളായാലും അതെന്ത് ചെയ്യില്ല, നീങ്ങിപ്പോവുകയില്ല. അതിനേതെങ്കിലും സാഹചര്യം വന്നാൽ അത് പുറത്തു വരും. ജിന്നുകൾ മനുഷ്യരെ വേട്ടയാടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് സാഹചര്യം കിട്ടിയാൽ അവർ സ്വാലിഹീങ്ങളാണെന്ന് പറഞ്ഞാലും കാര്യമില്ല. ആ അടിസ്ഥാന സ്വഭാവം അവരിലുള്ളതുകൊണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ലാമിൽ അന്യ സ്ത്രീ പുരുഷന്മാർ ഒരു സ്ഥലത്ത് രണ്ടുപേരും ഒന്നിക്കാൻ പാടില്ല. ഒരു റൂമിൽ രണ്ടുപേര് അങ്ങനെ ഒരുമിച്ച് കൂടാൻ പാടില്ല. അപ്പൊ അവർ രണ്ടുപേരും സ്വാലിഹീങ്ങളാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരുമിക്കാൻ പാടില്ല. കാരണം എന്താ, അവരിൽ പരസ്പരം ആകർഷിക്കുക, പുരുഷൻ സ്ത്രീയെ കീഴ്പ്പെടുത്തുക എന്നൊക്കെ ഉള്ള ഒരു അടിസ്ഥാന ഒരു സ്വഭാവം, ഒരു ജൈവിക സ്വഭാവം അവരിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ സ്വാലിഹീങ്ങളാണെങ്കിലും എന്ത് ചെയ്യാം, ഈ സ്വഭാവം അവരിലേക്ക് എന്താണ് വരാം. അതുകൊണ്ട് സ്ത്രീ പുരുഷന്മാര് ഒരു റൂമിൽ തനിച്ചാകരുത് എന്ന് വിശുദ്ധ ഇസ്ലാം പറഞ്ഞു. എന്നതുപോലെ ഇവരുടെ ഈ ശത്രുത ഏത് സമയത്തും അവരിലേക്ക് കടന്നു വരാം. അത് അവരുടെ പ്രകൃതി സ്വഭാവമായതുകൊണ്ട്. ജിന്നും മനുഷ്യരും ശത്രുക്കളാണെന്ന് പറഞ്ഞല്ലോ, അതിനെന്താണ് വ്യക്തമായ തെളിവുകൾ വല്ലതുണ്ടോ? അതിന് ജിന്നുകളും പിന്നെ മനുഷ്യരും ശത്രുക്കളാണ് എന്നതിന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് തെളിവാണ്, ഹദീസ് അതിന് തെളിവാണ്. അല്ലാത്ത തെളിവുകളും അതിന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ അല്ലാമ ബദറുദ്ദീൻ ശിബിലി റഹ്മഹുല്ലാഹ് ഈ ജിന്നും മനുഷ്യനും തമ്മിലുള്ളതായ വിവാഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അന്നൽ അദാവത ബൈനൽ ഇൻസി വൽ ജിന്നി ലാ തസൂലു എന്നാ പറയുന്നത്. അവരുടെ വിവാഹം കഴിക്കല് നല്ലതല്ല. കാരണം അവരെ വിവാഹം കഴിച്ചാൽ അവിടെ ഈ വിവാഹത്തിൽ ആ വിവാഹബന്ധം നിലനിർത്തുന്നത് എന്താ, കാരുണ്യവും സ്നേഹബന്ധവുമാണ്. ഈ കാരുണ്യവും സ്നേഹബന്ധവും ഇവരുമായിട്ടുള്ള വിവാഹത്തിൽ ഇല്ലാതെയായി പോകുന്നതാണ്, അതുണ്ടാവില്ല. എന്നാൽ അതിന് കാരണം പറഞ്ഞത് അന്നൽ അദാവത ബൈനൽ ഇൻസി വൽ ജിന്നി ലാ തസൂൽ, മനുഷ്യന്റെയും ജിന്നിന്റെയും ഇടയിലുള്ളതായ ആ ശത്രുത അത് നീങ്ങിപ്പോവുകയില്ല. എന്നിട്ട് പറഞ്ഞു അതിന് തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖുൽ നഹ്ബിതു ബഅദുകും ലി ബഅദിൻ അദൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്വർഗത്തിലായിരിക്കുമ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുക. ബഅദുകും ലി ബഅദിൻ അദൂ, നിങ്ങളിൽ നിന്ന് ചിലർക്ക് ശത്രുക്കളായ നിലയിൽ ഇറങ്ങണം. അപ്പൊ അവിടെ സംബോധന ചെയ്യപ്പെടുന്നവർ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും ഇബ്ലീസുമാണ്. അപ്പോ അതെന്താ അറിയിക്കുന്നത്, ഇവര് തമ്മിൽ ശത്രുക്കളായ നിലയിലാണ് ഭൂമിയിലേക്ക് വരുന്നത്. അല്ലാമ ബാജൂരി തങ്ങൾ പറയുന്നത് കാണാം, അൽ അദാവത്തു ബൈന തഖലൈനി ഫർഉൽ അദാവത്തി ബൈനൽ അബവൈനി എന്നാണ്. രണ്ട് ഭാരങ്ങൾ, അതായത് മനുഷ്യരുടെയും ജിന്നുകളുടെയും ഇടയിലുള്ളതായ ശത്രുത അത് രണ്ട് പിതാക്കന്മാരുടെ ശത്രുതയുടെ ശാഖയാകുന്നതാണ്. ആദം നബി അലൈഹിസ്സലാമും ഇബ്ലീസിന്റെയും ഇടയിലുള്ള ശത്രുതയുടെ ശാഖയാണ് മനുഷ്യരും ജിന്നുകളും തമ്മിലുള്ളതായ ശത്രുത എന്ന് ലമാ ബാജൂരി തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ അത് ഒരു തെളിവാണ് ഖുർആന്റെ. പിന്നെ രണ്ടാമത് പറഞ്ഞത് ത്വാഊനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അത് വഹ്സു അഅദാഇകും മിനൽ ജിന്നി എന്ന് പറഞ്ഞു. ത്വാഊൻ ഈ വസൂരി ഉണ്ടല്ലോ, വസൂരി രോഗത്തിനെ കുറിച്ച് പറഞ്ഞു വഹ്സു അഅദാഇകും മിനൽ ജിന്നി, നിങ്ങളുടെ ശത്രുക്കൾ ജിന്നുകളായ നിങ്ങളുടെ ശത്രുക്കളുടെ കുത്തലാണത്. അതിന്റെ ഒരു അടിസ്ഥാന ഒരു കാരണം ഏതാ, ഈ ജിന്നുകളുടെ കുത്തലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ, നിങ്ങളുടെ ശത്രുക്കളായ ജിന്ന് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഹദീസിൽ ജിന്നുകൾ മനുഷ്യരുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞു. അതൊരു തെളിവാണ്, ഹദീസിലുള്ള തെളിവാണ്. പിന്നെ മൂന്നാമത് പറഞ്ഞു, ജിന്നുകൾ തീജ്വാലയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ അസിലിനോട് അവർ പിന്തുടരുന്നവരായിരിക്കും. തീജ്വാലയാണല്ലോ അവരുടെ അസില്. ഒരു വീട് അതിന്റെ അഹലുകാരോടൊപ്പം രാത്രി സമയത്ത് മദീനയിൽ കത്തി നശിച്ചു. ആ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നന്നാറ ഇന്നമാഹിയ അദുവ്വുല്ലം, തീർച്ചയായിട്ടും അഗ്നി അത് നിങ്ങളുടെ ശത്രു തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ അതിനെ നിങ്ങൾ കെടുത്തിക്കളയുക. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്
മഹാൻ പറയുന്നത് കാണാം, ഫൈങ്കാനത്തിന്നാറു അതുവല്ലന, അഗ്നി നമ്മുടെ ശത്രുവാണെങ്കിൽ ഫമാ ഹുലിക മിൻഹാ ഫഹുവ താബിഉൻ ലഹാ ഫിൽ അദാവത്തി, അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരും എന്ത് ചെയ്യും? ശത്രുതയുടെ വിഷയത്തിൽ അതിനോട് എന്ത് ചെയ്യും? താബിയാകും, അതിനോട് പിന്തുടരും. കാരണം ഓരോ വസ്തുക്കളും അതിന്റെ അസലിനോടാണ് എന്ത് ചെയ്യുന്നത്? അത് പിന്തുടരുന്നത്. അപ്പൊ ആ നിലയ്ക്ക് മനുഷ്യരും ജിന്നുകളും തമ്മിൽ ശത്രുതയുണ്ട്. അങ്ങനെയെങ്കിൽ ചില ഹദീസുകളിൽ വഹുദു ഇഖ്വാനിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചില ഹദീസുകളിൽ വഹ്സു അഅദായിക്കും, നിങ്ങളുടെ ശത്രുക്കളായ ജിന്നുകളുടെ കുത്തൽ എന്ന് പറയുന്നു. മറ്റു ചില ഹദീസുകളിൽ വഹ്സു ഇഖ്വാനിക്കും മിനൽ ജിന്നി, ജിന്നുകളായ നിങ്ങളുടെ സഹോദരങ്ങളുടെ കുത്തലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിൽ വൈരുദ്ധ്യമാവുകയില്ലേ എന്ന ചർച്ച ആക്കാമുൽ മർജാനിൽ ഉണ്ട്. അപ്പൊ അതിന് ബദറുദ്ദീൻ ഷിബിലി റഹ്മഹുല്ലാൻ മറുപടി പറയുന്നത് അവിടെ വൈരുദ്ധ്യം വരുന്നില്ല. കാരണം ദീനിലുള്ളതായ സാഹോദര്യം അത് ശത്രുത ഉണ്ടാകുന്നതിനെന്തല്ല, എതിരല്ല. ദീനിൽ സഹോദരന്മാരായിരുന്നാൽ അവർക്കിടയിൽ ശത്രുത ഉണ്ടായിക്കൂടുന്നുണ്ടോ? അപ്പൊ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ നല്ല മുസ്ലിമീങ്ങളുടെ ഇടയിൽ ശത്രുതയുണ്ട്, സംഘടനക്കാരുടെ ഇടയിൽ ശത്രുതയില്ല. അവരെല്ലാം ദീനിൽ സഹോദരന്മാരാണ്, എന്നിട്ട് ശത്രുതയുണ്ട്. അപ്പൊ അതെന്തല്ല, അതിന് എതിരല്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, അവരുമായിട്ടുള്ളതായ സഹവാസം നല്ലതല്ല. ചില ആളുകൾ അവരെന്താ ആഗ്രഹിക്കും, ഒരു ജിന്നിനെ കൂട്ടുകാരനായിട്ട് കിട്ടിയെങ്കിൽ, ചങ്ങാതിയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ ഈ പറയുകയാണെങ്കിൽ അതിനേക്കാളും നല്ലതെന്താണ്? ഒരു വിഷപ്പാമ്പിനെ കൂട്ടുകാരനാക്കി കിട്ടലാണ്. കാരണം എന്താണ്? വിഷപ്പാമ്പിനെ കൂട്ടുകാരനാക്കിയാൽ ഒരു പക്ഷേ അവന്റെ ദുന്യാവ് മാത്രമായിരിക്കും നഷ്ടപ്പെടുക. പക്ഷെ ജിന്നുകളെ കൂട്ടുകാരനാക്കിയാൽ അവന്റെ ദുന്യാവ് മാത്രമല്ല ആഖിറം കൂടെ എന്ത് നഷ്ടപ്പെടും. അപ്പൊ ഈ മുജാലസത്തുൽ ജിന്നി എന്ന് പറഞ്ഞാൽ ജിന്നുകളുമായിട്ടുള്ളതായ സഹവാസം അത് നല്ലതാണോ? ജിന്നുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുക, അവരെ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അതിനെക്കുറിച്ചല്ല പറയുന്നത്. അത് പ്രവാചകന്മാർ അത് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകളിലേക്കും കൂടെ അയക്കപ്പെട്ട പ്രവാചകരാണ്. അവിടെ നിന്ന് പ്രബോധനത്തിന് വേണ്ടി അവരിലേക്ക് ചെന്നിട്ടുണ്ട്, അവർക്ക് വേണ്ട ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ജിന്നുകളെ കൂട്ടുകാരനാക്കുക, ഈ സഹവസിക്കുക. സഹവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നാണ്. എല്ലാ കാര്യങ്ങളിലും അവരെ കൊണ്ട് നടക്കുക, എല്ലാ സമയത്തും അവരെ കൊണ്ട് നടക്കുക. ഇനി അവരെന്താണ് ഒരു ഇങ്ങനെ ജിന്നിനെ കൊണ്ട് നടക്കുന്ന ആളുകൾ അവര് മരിക്കാൻ സമയത്ത് എന്ത് ചെയ്യും? അടുത്ത തലമുറയിലേക്ക് അതിനെ ഏൽപ്പിച്ചു കൊടുക്കും. അവരെന്ത് ചെയ്യും? അടുത്ത തലമുറയ്ക്ക് അതിനെ കൈമാറും. ഈ നിലയ്ക്ക് ജിന്നുകളുമായിട്ട് ഇങ്ങനെ നിരന്തരം സഹവസിക്കുക എന്നത് പ്രവാചകന്മാരുടെയോ ഔലിയാക്കന്മാരുടെയോ വഴിയല്ല, ബുദ്ധിയുള്ളവരുടെയും വിവേകമുള്ളവരുടെയും സ്വഭാവവും അല്ല. അത് നല്ലതല്ലാത്ത ചീത്തയായ കാര്യമാണ്. മഹാനായ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അവിടത്തെ അൽ യവാഖീത് വൽ ജവാഹിർ എന്ന് പറയുന്ന കിതാബിൽ ഒരു ചോദ്യവും ഉത്തരവും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ചോദിക്കുകയാണെങ്കിൽ ഫഹൽ മുജാലസത്തുൽ ജിന്നി റദീഅത്തുൻ അം മഹ്മൂദത്തുൻ, ജിന്നുകളുമായിട്ട് സഹവസിക്കുന്നത് അത് ചീത്തയാണോ അതല്ല നല്ല കാര്യമാണോ, നല്ലതാണോ അതോ മോശമാണോ? അപ്പൊ മഹാൻ പറഞ്ഞത് ഫൽ ജവാബു റദീഅത്തുൻ ഗൈറു മഹ്മൂദത്തിൻ, അത് വളരെ ചീത്തയായ കാര്യമാണ്, അത് നല്ല കാര്യമേ അല്ല. വമൻ നാദറ മുജാലസതഹും മിനൽ ഉലമാഇ റൂഹാനിയീന ഫഹുവ ജാഹിദ്, അവരോടുള്ളതായ സഹവാസം തിരഞ്ഞെടുത്തവൻ, ചില ആത്മീയ പണ്ഡിതന്മാർ അങ്ങനെ തിരഞ്ഞെടുത്തവരുണ്ട്, അങ്ങനെ തിരഞ്ഞെടുത്തവൻ ഫഹുവ ജാഹിലിൻ, അവൻ വിവരമില്ലാത്തവനാണ്. ഔലിയാക്കന്മാരൊന്നും അങ്ങനെ തിരഞ്ഞെടുക്കുന്നവരല്ല, ഔലിയാക്കന്മാർ ഏറ്റവും വിവരമുള്ളവരാണ്. അവരുമായിട്ടുള്ള സഹവാസം തിരഞ്ഞെടുത്ത ആളാരാണ്? ജാഹിലാണ്, വിവരമില്ലാത്തവനാണ്. ഫഇന്നൽ ഗാലിബ അലൈഹിം അൽ ഫുളൂൽ, അവരുടെ മേൽ മികച്ചു നിൽക്കുന്നത്, ജിന്നുകളുടെ മേൽ മികച്ചു നിൽക്കുന്നത് അൽ ഫുളൂൽ, അനാവശ്യ സംഗതികളാണ്, അനാവശ്യ കാര്യങ്ങളാണ് അവരിൽ മികച്ചു നിൽക്കുന്നത്. എന്നിട്ട് പറയാണ് കൽ ഇൻസിൽ ഫസഖത്തി, തെമ്മാടികളായ അധർമ്മകാരികളായ മനുഷ്യരെ പോലെ അവരിൽ മികച്ചു നിൽക്കുന്നത് ഈ അനാവശ്യ കാര്യങ്ങളാണല്ലോ. വൽ ആഖിലു മൻ ഹറബ മിൻഹും, ആഖില് ബുദ്ധിയുള്ളയാൾ അവരിൽ നിന്ന് ഓടിപ്പോകുന്നവനാണ്. ഏതുപോലെ? കമാ യഹ്റുബുൽ
മിനൽ ഫസഖത്തി, ഫാസിഖീങ്ങളിൽ നിന്ന് അവൻ അകന്ന് ഓടി പോകുന്നത് പോലെ ബുദ്ധിയുള്ള ആള് അവരിൽ നിന്ന് ഓടിപ്പോകും. അപ്പൊ ഇവരുമായിട്ട് ഈ സഹവസിക്കുന്നവർ ആദ്യം പറഞ്ഞ അവൻ ജാഹിലാണ്, രണ്ടാമത് പറഞ്ഞ അവൻ വിഡ്ഢിയാണ്, ബുദ്ധിയില്ലാത്തവനാണ്. ഒമാ റഅയ്ന അഹദൻ ജാലസഹും വഹസല ലഹു അബദൻ ഖൈറുൻ, അവരുമായിട്ട് സഹവസിച്ച ഏതെങ്കിലും ഒരാൾക്ക് എപ്പോഴെങ്കിലും ഒരു നന്മ കരസ്ഥമായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നത്. അവരുമായിട്ട് സഹവസിച്ച ഏതെങ്കിലും ഒരാൾക്ക് എപ്പോഴെങ്കിലും ഒരു നന്മ, പ്രത്യക്ഷത്തിൽ ചില നന്മകളാണെന്ന് തോന്നുമെങ്കിലും അതൊക്കെ ശരിയായി അവസാനം എന്തിലേക്ക് എത്തും? അത് വലിയ ദോഷത്തിലേക്കും തിന്മയിലേക്കും എത്തും. ഒരു നന്മ കിട്ടിയതായിട്ട് നമ്മൾ അറിയുകയില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു അലി അന്ന അസ്ലഹും നാറു, അവരുടെ അസ്ലെന്താണ്? നാറാണ്. വന്നാറു കസീറത്തുൽ ഹർക്കത്തി, അഗ്നി എന്ന് പറഞ്ഞത് ചലനം അധികരിച്ചതായ വസ്തുവാണ്, മണ്ണ് പോലെയല്ല. അപ്പൊ ഒരു സ്ഥിരത ആർക്കുണ്ടാവില്ല. ജിന്നുകളുടെ സ്വഭാവത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. മണ്ണിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കുക എന്നുള്ളത്. പക്ഷെ ജിന്നുകൾ അങ്ങനെയല്ല, ജിന്നുകൾ അഗ്നിയിൽ നിന്നാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ കസീറത്തുൽ ഹർക്കത്താണ്, ചലനം അധികരിച്ചതാണ്. അപ്പൊ ഈ സ്ഥിരത എന്നുള്ളതായ സ്വഭാവം അവർക്കുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഈ കുരങ്ങന്മാരുടെയൊക്കെ സ്വഭാവം കണ്ടിട്ടില്ലേ? കുരങ്ങന്മാർ അവർക്ക് ഇങ്ങനെ ഒരു സ്ഥിരതയില്ല. അവര് ഒന്നിൽ നിന്ന് ചാടി വേറൊന്നിലേക്ക് പോകും, പിന്നെ അവര് എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ചില കുട്ടികളെയൊക്കെ നമ്മൾ എന്ത് കാണാറുണ്ട്. ചില കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും, അടങ്ങിയിരിക്കൂല, എപ്പോഴും ഇങ്ങനെ ചലിക്കും. ഒമൻ കസുറത്ത് ഹറക്കാത്തുഹു, ആരുടെയെങ്കിലും ചലനങ്ങൾ അധികരിച്ചാൽ കാനൽ ഫുലൂലു അസ്രായിലൈ, അവനിലേക്ക് അനാവശ്യ കാര്യങ്ങളാണ് അതിവേഗം എത്തിച്ചേരുന്നത്. എന്നിട്ട് പറയുകയാണ് ഫൽ ജിന്നു അഷദ്ദു ഫിത്നതൻ അലാ ജലീസിഹിം മിനൻ നാസി, ജിന്ന് ഏറ്റവും വലിയ അപകടകാരിയാണ് അവന്റെ സഹവാസിക്ക്. ആരേക്കാൾ? മനുഷ്യരെക്കാൾ. മനുഷ്യനുണ്ടാക്കുന്ന മനുഷ്യരാകുന്ന ചങ്ങാതിമാരില്ലേ, ആ ചങ്ങാതികാരികളെക്കാളും വലിയ അപകടം ചെയ്യുന്ന ചങ്ങാതിയാണ് ആര്? ജിന്ന്. അപ്പൊ ഇന്നഹും ഇജ്തമഉ മാ ഫസഖത്ത് ഇൻസി അലൽ ഇത്തിലായി അല ഔറാത്തിൻ നാസില്ലതി ലാ യഖഉ ഫീഹാ ആഖിലിൻ, ബുദ്ധിയുള്ള മനുഷ്യൻ ചെന്ന് ചാടാൻ മടിക്കുന്ന മറ്റുള്ള മനുഷ്യരുടേതായ രഹസ്യങ്ങൾ ചോർത്തുന്നതിൽ തെമ്മാടികളായ മനുഷ്യരുമായിട്ട് ഈ ജിന്നുകൾ എന്താ ഒരുമിച്ച് കൂടുന്നു എന്നാണ്. അപ്പൊ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ എന്താണ് ചോർത്തി കൊടുക്കുക. ഇങ്ങനെയുള്ള ഈ ചികിത്സകരും മറ്റുമൊക്കെ പോകുമ്പോൾ അവരുടെ അടുക്കൽ പോകുമ്പോഴത്തേന് നമ്മളെ രഹസ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവർ ചോർത്തും. ഈ ജിന്നുകളെ ഉപയോഗിച്ച് ചോർത്താറുണ്ട്. ഇപ്പൊ ചിലപ്പോ നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് അവർ പറയും. യഥാർത്ഥത്തിൽ മനസ്സിലുള്ളതല്ല, നമ്മുടെ ഒരു ശൈത്താനുണ്ട്, കരീനായ പിശാച്. ആ പിശാചും ആ ജിന്ന് സേവക്കാരന്റെ കൂടെ ഒരു പിശാച് ഉണ്ടാകും. ആ പിശാച് ഇവര് തമ്മിൽ എന്ത് ചെയ്യും? ഒരു ബന്ധം ഉണ്ടാകും. ഇവര് തമ്മിൽ കാര്യങ്ങൾ എന്ത് ചെയ്യും? സംസാരിക്കും. അപ്പോ നമ്മളെ കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ രഹസ്യങ്ങൾ ആ നിലയ്ക്ക് എന്ത് ചെയ്യും? അവർ മനസ്സിലാക്കിയെടുക്കും. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന വസ്വാസർ റജുലി യുഹ്ബിറു വസ്വാസർ റജുലി, ഒരു മനുഷ്യന്റെ വസ്വാസ് മറ്റൊരു മനുഷ്യന്റെ വസ്വാസുമായിട്ട് സംഭാഷണം നടത്തുന്നു, സംസാരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു തമ്മ യഫ്ഷുൽ ഹദീസ്, ഇക്കാരണം കൊണ്ടാണ് ചില രഹസ്യങ്ങളായ കാര്യങ്ങൾ പരക്കുന്നത്, അത് പരസ്യമായി തീരുന്നത് ഇക്കാരണം കൊണ്ടാണ്. ചില ജിന്ന് മഹദറയിൽ ചെന്ന് കൂടുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പല ജിന്നുകളുണ്ട്. അപ്പൊ അവര് പിരിഞ്ഞു പോകുമ്പോൾ ഇവർ ആരെങ്കിലും അവരുടെ കൂടെ പോകും. പോയതിനു ശേഷം അവരുടെ പല രഹസ്യങ്ങളും എന്ത് ഇയാളോട് ഒന്ന് പറയും, ഇതിന്റെ ആളിനോട് ഒന്ന് പറയും, അവര് പറഞ്ഞു കൊടുക്കും അവരുടെ പല രഹസ്യങ്ങൾ. അപ്പൊ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഇവര് വിചാരിക്കും ഇയാൾ എന്തോ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നയാളാണ്, ഇയാള് വലിയാണ് എന്നൊക്കെ വിചാരിക്കും. അവരുടെ പല രഹസ്യങ്ങളായ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും സാധിക്കും. അങ്ങനെ വളരെ അപകടം പിടിച്ച ഒരു മേഖലയാണ് ഈ മേഖല എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ജിന്ന് മഹ്ദറ എന്ന് പറഞ്ഞാല് ചില പ്രത്യേകതരം ജിന്നുകളെ ഹാജരാക്കുന്ന മജ്‌ലിസായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കണ്ണികൾ ആളുകൾ ആരായിരിക്കും? അവര് എങ്ങനെ, എന്താ എന്നൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ. ജിന്ന് ഇങ്ങനെയുള്ള ജിന്ന് മഹദറകളിൽ ആ ജിന്നുകളെ ഹാജരാക്കുന്നവർ ജിന്ന് സേവക്കാരാണ്. അപ്പൊ ഇവിടെ ഈ മഹദറയുടെ പിന്നിൽ ഇതിന്റെ കാര്യസ്ഥൻ ജമാലുദ്ദീൻ എന്ന് പറയുന്ന ഒരു വൈദ്യനാണ്. അദ്ദേഹം മുമ്പ് വൈദ്യ ചികിത്സയായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ വിവാദങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം
ജിന്ന് മഹദറ എന്ന പുതിയ സംരംഭവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ തൊൽസമാത്തുകാരനാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു അഭിമുഖം ഈ അടുത്ത സമയത്ത് കാണാൻ കഴിഞ്ഞു. അപ്പൊ അതില് തൊൽസമാത്താണ്, അസ്മാ തൊൽസമാത്താണ് പുള്ളിയുടെ പ്രവർത്തനം എന്ന് പറയുന്നുണ്ട്. തൊൽസമാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പല വീഡിയോകളും അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. തൊൽസമാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പിശാജ് സേവയാണ്. റൂഹാനിയത്തിൽ കവാക്കിബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾക്ക് റൂഹുകളുണ്ട്, ആത്മാക്കളുണ്ടെന്ന് വിശ്വസിച്ചിട്ട് ഈ തൊൽസമാത്തുകാർ ആ നക്ഷത്ര ആത്മാക്കളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അവരോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരിലേക്ക് ഇറങ്ങി വരുന്നത് നക്ഷത്രനാമങ്ങൾ സ്വീകരിച്ചതായ പിശാചുക്കൾ അവരെ പറ്റിക്കാൻ വേണ്ടി അവരിലേക്ക് ഇറങ്ങി വരുന്നു എന്നൊക്കെ കിതാബിലെ ഉദ്ധരണികൾ കൊണ്ട് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തൊൽസമാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പിശാച് സേവയാണ്. അത് സപ്തവന്തോഷങ്ങളിൽപ്പെട്ട സിഹിറിന്റെ ഒരു ഇനവുമാണ്. 7 വൻകുറ്റങ്ങളിൽപ്പെട്ട സിഹിറിന്റെ ഒരു ഇനമാണ് തൊൽസമാത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജിന്ന് സേവാ മന്ത്രങ്ങളുണ്ട്, അതിന് അസീമത്ത് എന്ന് പറയും. ഇപ്പൊ ഇവർ ഇജാസത്ത്, ഇങ്ങനെയുള്ളവർ ഇജാസത്തൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും ഈ തൊൽസമാത്തും അസീമത്തുമാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. പിന്നെ ഹാത്തമുകളും ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. ഇതൊക്കെ ജിന്നുകളെ വശീകരിക്കാനും പിശാചുക്കളെ സേവിക്കാനും ഒക്കെ ഉള്ള മന്ത്രങ്ങളാണ്. ഇതിന്റെ കൂടെ ചില കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഏത് കള്ളത്തൊരീക്കത്തുകാരുടെയും ഏത് വേദസിദ്ധന്മാരുടെയും ഏത് ജിന്ന് ചികിത്സകരുടെയും അടിവേര് അവരുടെയൊക്കെ അത്ഭുതങ്ങൾ, ചില അത്ഭുതങ്ങൾ ഇവർക്ക് ഈ പിശാചുക്കൾ മുഖേന കാണിക്കുക. അതിലാണ് ജനങ്ങൾ വീണു പോകുന്നത്. ചില രോഗങ്ങൾ പൈശാചികമായിട്ട് ചിലർക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ പിശാചുക്കൾ ഉപയോഗിച്ചൊക്കെ അത് മാറ്റും. അപ്പൊ ഒരു അത്ഭുത രോഗശാന്തി നടക്കുന്ന സ്ഥലം പോലെ ജനങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പൊ ഏത് ഇത്തരത്തിലുള്ള പാർട്ടികളുടെയും അത്ഭുതങ്ങളുടെ അടിസ്ഥാനം, അതിന്റെ അടിവേര് ഈ തൊൽസമാത്ത് അസീമത്ത് ഇതിലാണ് നിൽക്കുന്നത്. അവിടെയാണ് ചെന്നെത്തി നിൽക്കുന്നത്. ഇത് മുഖേനയാണ് ഇവർ അത്ഭുതങ്ങൾ കാണിക്കുന്നത്. ഇത് സിഹിറാണ്. ഇത് പാടില്ലാത്തതായ കാര്യമാണ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇവര് ഇജാസത്ത് കൊടുക്കുന്ന മന്ത്രങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അതിലൊക്കെയാണ്. അപ്പൊ നമ്മൾ 41 കല്ലുപ്പ് എടുക്കുക. അതിൽ 41 പ്രാവശ്യം യാ മസ്ജൽ യാ ബസ്ജൽ യാ മസ്ജൽ യാ ബസ്ജൽ ഇങ്ങനെ ചൊല്ലിയിട്ട് അതിൽ ഊതി മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അൽ അസീമത്തു ദഹ്റൂഷിയ ഇവരുടെ ഒരു മാസ്റ്റർ പീസാണ് അൽ അസീമത്ത്. അതിന്റെ ആദ്യം തുടക്കത്തിൽ അള്ളാഹുവിന്റെ നാമമൊക്കെ പറയും. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിട്ട് അടുത്ത് ശൈത്താന്റെ പേരായിരിക്കും പറയുന്നത്, ഷറാഹിയ ദഹ്മൂത്ത. എന്നിട്ട് അതിൽ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ അസീമത്ത് ദഹ്റൂഷിയയിൽ അയിന സ്വാഹിബു ജബലി ദുഹാൻ എന്ന് ചോദിക്കുന്നുണ്ട്. പുകമലയുടെ ഉടമ എവിടെ? ഈ പുകമലയുടെ ഉടമ എന്നൊക്കെ പറഞ്ഞ ആരാ? അതുപോലെ എന്താണ് അയിന റാക്കിബു അലൽ ഫീൽ അൽ മുതഅമിസ് ബിസ്സുബാൻ, സർപ്പങ്ങളെ തലപ്പാവായിട്ട് ധരിച്ചിട്ട് തലയിൽ കെട്ടിയിട്ട് ആനപ്പുറത്ത് സവാരി ചെയ്യുന്ന ശക്തി എവിടെ? അജീബു ബിഹഖി ഹാദിഹിൽ അസ്മാഇൽ അബ്രാനി, നിങ്ങൾ ഈ അബ്രാനി മന്ത്രത്തിലുള്ള ഈ നാമങ്ങളുടെ ഹക്ക് കൊണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണം, ഉത്തരം ചെയ്യണമെന്ന് ജിന്ന് പിശാചുകളോട് കേണപേക്ഷിക്കുന്നവരാണ് ഇത്തരക്കാർ. അങ്ങനെ കേണപേക്ഷിച്ച് അവരിൽ നിന്ന് ചില സഹായങ്ങളും മറ്റുമൊക്കെ എന്ത് വാങ്ങിയെടുക്കും. ഇത് പാടില്ലാത്ത കാര്യമാണ്. ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. അമ്പിയാക്കൾ ഔലിയാക്കന്മാർക്ക് ചില ജിന്നുകൾ ചില ഹിദുമത്തുകൾ എന്താണ് ചെയ്തു കൊടുക്കും. അത് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്തിനാ? അവരെ ബഹുമാനിച്ചുകൊണ്ടും അവരെ ഭയന്നുകൊണ്ടുമാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അമ്പിയാക്കൾക്കും ഔലിയാക്കന്മാർക്കും ചില കാര്യങ്ങൾ അവർ പറയുന്നത് ഇവരനുസരിക്കും. അത് അവരെ പേടിച്ചുകൊണ്ടാണ്. മൻ ഖാഫല്ലാഹ വഖാഫഹു കുല്ലു ഷൈഇൻ എന്നല്ലേ. അള്ളാഹിനെ ആരെങ്കിലും പേടിച്ചാൽ അവരെ എല്ലാ വസ്തുക്കളും പേടിക്കും. ആ അടിസ്ഥാനത്തിൽ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും അവർ പേടിക്കും. അങ്ങനെ ചില സേവനങ്ങൾ അവർ ചെയ്തു കൊടുക്കും. അതിന്റെ നേരെ വിപരീതമാണ് ജിന്ന് സേവകർക്ക്. അവർക്കും ചില സേവനങ്ങളുണ്ട്. അതെങ്ങനെയാണ്? ഇവരെന്താണ് തിരിച്ച് ജിന്നുകളെ ഭയപ്പെടുന്നു, അവരെ ആദരിക്കുന്നു. അവരുടെ നേതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അവരെ തൃപ്തിപ്പെടുന്നതായ ചില പുകകൾ പുകച്ചുകൊണ്ട് അവരോട് താണ് കേണപേക്ഷിക്കുന്നു. ഈ താണ് കേണ് അപേക്ഷ ഇതാണ് എന്ത് ചെയ്യുന്നത്? ചില കാര്യങ്ങൾ ഇവർക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ ജിന്നുകളെ പ്രേരിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ
അത് പറഞ്ഞിട്ടുണ്ട്. അന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ എന്ന് സൂറത്തുൽ ജിന്നിൽ പറഞ്ഞിട്ടുണ്ട്. ചില മനുഷ്യർ ചില ജിന്നുകളോട് കാവല് ചോദിക്കും. റിജാലിൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള ചിലരോട് കാവല് ചോദിക്കും. ഫസാദൂഹും റഹഖ, എന്നിട്ട് ഈ മനുഷ്യർ, ഫസാദു എന്ന് പറഞ്ഞാൽ മനുഷ്യർ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, ഹും ഇവർക്ക്, ആർക്ക്, ഈ ജിന്നുകൾക്ക്, റഹക്കൻ അളമത്ത് ഇസ്തിക്ബാർ എന്ന് പറഞ്ഞാൽ വലിപ്പത്തരത്തിനെയും അഹങ്കാരത്തിനെയും വർദ്ധിപ്പിച്ചു കൊടുക്കും. മഹാനായ ഇസ്മായിൽ ഹഖി തങ്ങൾ അവിടത്തെ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. രാത്രി സമയത്ത് വിജനമായ സ്ഥലത്ത് ഏതെങ്കിലും താഴ്വരയിലോ മലഞ്ചെരിവിലോ എത്തിപ്പെട്ട അറബിയുടെ മനസ്സിൽ ഭയം നിറഞ്ഞു വരുമ്പോൾ അയാൾ അവിടുത്തെ നേതാവായ, ആ താഴ്വരയുടെ നേതാവായ ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത്: ഔദു ബി സയ്യിദി ഹാദൽ വാദി മിൻ ശർരി സുഫഹാഇ ഖൗമിഹി, ഈ താഴ്വരയുടെ നേതാവിനോട് ഞാൻ കാവല് ചോദിക്കുന്നു, വിഡ്ഢികളായ കൗമുകളുണ്ടല്ലോ, ജനതയുടെ ഉപദ്രവത്തിൽ നിന്ന് ഈ താഴ്വരയുടെ നേതാവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് ചോദിക്കും. അയാൾ എന്ത് പറയും? അങ്ങനെ പറയുമ്പോൾ നിർഭയത്തോടുകൂടെ രാവിലെ വരെ അയാൾക്കവിടെ കഴിയാൻ സാധിക്കും. അപ്പൊ ഈ വാക്കുകൾ ജിന്നുകളുടെ നേതാക്കന്മാരുടെ ചെവിയിലെത്തി കഴിഞ്ഞാൽ അവരഹങ്കരിച്ചു കൊണ്ട് പറയും: സുദനൽ ഇൻസവൽ ജിന്ന, നമ്മൾ ജിന്നുകളുടെ മാത്രം നേതാവല്ല, നമ്മളിപ്പം ജിന്നുകളുടെയും മനുഷ്യരുടെയും നേതാവായിരിക്കുന്നു എന്നാണ്. ഇസ്മായിൽ ഹഖി റഹ്മഹുല്ലാഹ് പറഞ്ഞു: ഒബിഹാദ, ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ വർദ്ധിച്ച അഹങ്കാരം, ഇതുകൊണ്ടാണ് യുജീബൂനൽ മുഅസ്സിമ വറാഖിയ ബി അസ്മാഇഹിം വഅസ്മാഇ മുലൂക്കിഹിം, ജിന്നുകൾ ഈ ജിന്ന് സേവക്കാരനും അവരുടെയും അവരുടെ രാജാക്കന്മാരുടെ നാമങ്ങൾ കൊണ്ട് മന്ത്രിക്കുന്നവർക്കും ഇജാബത്ത്, അവരുടെ വിളിക്ക് ഉത്തരം ചെയ്യുന്നത് ഈ വർദ്ധിച്ചതായ അഹങ്കാരം കൊണ്ടാകുന്നു. ഇപ്പൊ ഇന്നഹു യുഖ്സിമു അലൈഹിം ബി അസ്മാഇ മൻ യുഅല്ലിമൂനഹു, ജിന്നുകൾ ആദരിക്കുന്നതായ ചിലരുടെ പേര് കൊണ്ട് ജിന്നുകളുടെ മേൽ ഇവർ ആണയിട്ട് പറയുന്നു, സത്യം ചെയ്ത് പറയുന്നു. ഇന്നാലിന്ന വ്യക്തിയെ തന്നെയാണ് സത്യം, നിങ്ങൾ ഈ കാര്യം ചെയ്തു തരണം. ഫയഹ്സുലു ലഹും ബിദാലിക മിന റിയാസതി വശറഫി അലൽ ഇൻസി മാ യഹ്മിലുഹും അലാ അൻ യൂതൂഹും ബഅദ സുആലിഹിം. അപ്പോ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ജിന്നുകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അവർക്ക് വലിയ ഷറഫ് കിട്ടുകയാണല്ലോ, സ്ഥാനം കിട്ടുകയാണല്ലോ. അപ്പൊ ഈ മനുഷ്യരുടെ ചില ചോദ്യങ്ങൾ, ചില ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിന് അത് അവരെ പ്രേരിപ്പിക്കുന്നു. ഹും യഅലമൂന അന്നൽ ഇൻസ അഷ്റഫു മിൻഹും, ജിന്നുകൾക്കറിയാം മനുഷ്യർ അവരെക്കാളും പദവി കൂടിയവരാണ്, അഅ്ളമു ഖദ്റൻ, കൂടുതൽ സ്ഥാനമുള്ളവരാണ്. ഫഇദാ ഖലാത്തിൽ ഇൻസു ലഹും വസ്തആദതു ബിഹിം, അങ്ങനെ ഈ മനുഷ്യൻ അവരോട് കാണുകയാണ് അപേക്ഷിക്കുകയും അവരോട് കാവൽ ചോദിക്കുകയും ചെയ്യുമ്പോൾ കാന ബി മൻസിലത്തി അകാബിരിൻ നാസി ഇദാ ഖലഅ ലഹും മസ്വറുഹും, അനുയായികൾ നേതാക്കന്മാർക്ക് വഴിപ്പെടുന്നതിൻ്റെതായ സ്ഥാനത്ത് ആയിത്തീരും. നമ്മൾ നേതാക്കന്മാർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? ചില കാര്യങ്ങൾ നമ്മളത് ഏറ്റെടുത്ത് നിർവഹിച്ചു തരും എന്നതുപോലെ ആയിത്തീരും. അങ്ങനെയാണ് ഇവർക്ക് ഉത്തരം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഈ സഹായാർത്ഥന അത് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹ് അവിടത്തെ അൽ ഫതാവൽ ഹദീസിൽ പറഞ്ഞു: വസ്സവാബു അന്ന തഖറുബ ഇല റൂഹാനിയത്തി വ ഖിദ്മത മുലൂക്കിൽ ജാന്നി മിനസ് സിഹ്രി. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യമാണ്. അന്ന തഖറുബ ഇല റൂഹാനിയത്ത്, റൂഹാനിയത്തുകളിലേക്ക് അടുക്കുക. റൂഹാനിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂഹാനിയത്തിൽ കവാക്കിബും, നക്ഷത്രങ്ങളുടെ ആത്മാവ്, അതിനാണ് തൊൽസമാത്ത് എന്ന് പറയുന്നത്. അവരിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ അവരിലേക്ക് അടുക്കാനുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്യുക, ചില വസ്തുക്കൾ പൂജിക്കുക, അവരുടെ നാമങ്ങൾ വിളിക്കുക, അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ ഹിദ്മത്ത മുലൂക്കിൽ ജാനിരിൻ, ജിന്ന് രാജാക്കന്മാർക്ക് ഹിദ്മത്ത് ചെയ്യുക എന്നുള്ളത് മിനസ് സിഹിരി, അത് സിഹറിൽ പെട്ടതാണ്, അതാണ് ശരിയായ അഭിപ്രായം എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ജിന്ന് സേവ, നക്ഷത്ര സേവ, അൽ ഗാലിബു അലൽ മുഷ്തഗിലി ബിഹാദ, ഈ സേവകൾ കൊണ്ട് ജോലിയാകുന്നവനിൽ മികച്ചു നിൽക്കുന്ന അൽ കുഫ്റു, കുഫ്റാൻ. വലാ യഷ്തഗിലു ലഹു മുഫ്ലിഹുൻ, ഇതുകൊണ്ട് ഒരു വിജയിയായ മനുഷ്യൻ ജോലിയാവുകയില്ല. വലാ മുസദ്ദദുൻ നദരി ഫാഫിറുൽ അഖ്ലി, ബുദ്ധി പൂർണ്ണതയുള്ള ശരിയായ ചിന്താഗതിയുള്ള ഒരാളും ഇതുകൊണ്ട് ജോലിയാവുകയില്ല. അൽ-ഇഅ്ലാം ബി ഖവാത്തിഇൽ ഇസ്ലാമിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞു. ചില സാമ്പത്തികമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാകും, പക്ഷേ ഉപകാരങ്ങൾ ഉണ്ടാകും. ആ ഉപകാരത്തിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഉപദ്രവം
അവർക്കുണ്ടായിത്തീരുന്നത്. ജിന്നുകൾ അവരെ വെറുതെ വിടുകയില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവരെ കാഹിനീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ട്. കാഹിനീങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു കാഹിന്, ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ ചെന്ന് അവൻ പറയുന്നത് വിശ്വസിച്ചാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ കൊണ്ട് അവിശ്വസിച്ചവനായി എന്നാണ് പറയുന്നത്. അപ്പോ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നത് കാണാം, മുർഷിദ് തുല്ലാബ് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, വല്ലദീന യുഖ്ബിറൂന അനിൽ ഗൈബി അൻവാ. ഗൈബിയായ മറഞ്ഞ കാര്യങ്ങൾ പറയുന്ന ആളുകൾ പല വിഭാഗങ്ങളാണ്. കാഹിന്, അറാഫു, മുനജ്ജിം എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് കാഹിൻ എന്ന് പറഞ്ഞ ആരാണ്? മൈ യദ്ദഇ അന്നലഹു അസ്ഹാബം മിനൽ ജിന്നി. അയാളുടെ വാദം അയാൾക്ക് കുറെ കൂട്ടുകാരായ ജിന്നുകൾ ഉണ്ടെന്നാണ് വാദിക്കുന്നത്. കൂട്ടുകാരായ ജിന്നുകളുണ്ട്. യുഖ്ബിറൂനഹു അമ്മാ സയകൂനു ഫിസ്സമാൻ. ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും തന്നോട് പറഞ്ഞു തരുന്ന ജിന്നുകളുണ്ടെന്ന് വാദിക്കുന്ന ആളില്ല, അയാൾ കാഹിനാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടൽ ഹറാമാണ്. വൽ മഷീലാഹിലിയ, ഇത്തരം ആളുകളിലേക്ക്, ഇത്തരക്കാരിലേക്ക് പോകൽ ഹറാമാണ്. തസ്ദീഖുഹും, അവരെ വിശ്വസിക്കൽ ഹറാമാണ്. വയഹറുമുൽ മാലിലഹും, അവർക്ക് സമ്പത്ത് പൈസ കൊടുക്കലും ഹറാമാണ് എന്ന് മുർഷിദ് തുല്ലാബിൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്.